അസ്സലാമുഅലൈക്കും. വെൽക്കം ടു ഹിസാസ് ഹോം വേൾഡ്. ഇന്നൊരു ബീഫ് ചില്ലിയാണ്. അതിലേക്ക് ബീഫ് വേണം, ഒരു ഉള്ളി വേണം, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വലിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു മുളക്, കറിവേപ്പില, മല്ലിയിലയും പുതിനയും. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇത് മാഗ്നേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുക, ഉള്ളി ഇട്ട് കൊടുക്കുക, തക്കാളി ഇട്ട് കൊടുക്കുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക, പുതിനയില മഞ്ഞയില ഇട്ട് കൊടുക്കുക, കറിവേപ്പില മുളക് ഇട്ട് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് കുഴച്ചെടുക്കാം. മസാലയൊക്കെ ഇവിടെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. മാഗ്നേറ്റ് ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളം വറ്റുന്നവരെ വെയിറ്റ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല, ബീഫിൽ നിന്ന് വന്ന വെള്ളം തന്നെയാണ്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ നെരിഞ്ഞിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അടിപൊളിയായിട്ടുള്ള ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.